കർത്താവ് എനിക്ക് തരും. ആമേൻ. നമ്മൾക്ക് ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾ ഒക്കെ വന്നേക്കാം. എന്നാല് ആ സ്ട്രഗിളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ഇത് നമ്മളെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ഒക്കെ തരുന്നത് നമ്മൾ ഒത്തിരി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഒരു യൂത്തിനെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് 4 യുവാക്കളെയാണ്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം ബൈബിൾ ഉള്ളവരൊക്കെ ബൈബിൾ എടുക്കാവുന്നതാണ്. ദാനിയേൽ ത്തിന്റെ എഴുത്തിൽ പറയുന്ന പോലെ, എന്നാൽ രാജാവിന്റെ വചനം കൊണ്ട് അവൻ കുടിക്കുന്ന വീഞ്ഞ് കൊണ്ട് തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. ഈ 4 യുവാക്കളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു ഭാഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെന്ത് സെപ്പറേറ്റഡ് ആണെന്ന്. നമ്മൾ ഈ ഒരു ലൗകികമായ ജീവിതത്തിൽ മിക്സ്ഡപ്പ് ആയിട്ട് പോകേണ്ട ആൾക്കാരല്ല. അവർക്ക് ഈ 4 പേർക്കും വേണമെങ്കിൽ രാജാവിന്റെ ഭോജനവും ഒക്കെ ആ ഒരു സൗകര്യങ്ങൾ അനുഭവിച്ച് നിൽക്കാൻ പറ്റും. എന്നാൽ അവർ തന്നെ ഡിസൈഡ് ചെയ്തു, ഇല്ല ഞങ്ങൾ ഈ ഒരു 10 ദിവസത്തേക്ക് ഞങ്ങൾ ഈ ഒരു ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ചെയ്യാമെന്ന്. പക്ഷെ അവർക്ക് വന്ന റിസൾട്ട് ഈ ലോകത്തിലുള്ളവർക്ക് വന്നതിനെക്കാട്ടിലും നല്ലൊരു റിസൾട്ട് ആണ്. അപ്പം നമ്മൾ പലപ്പോഴും വിചാരിക്കും, ഞാൻ എന്തിനാണ് ഈ മാറി നിൽക്കുന്നത്? നമ്മുടെ കൂടെയുള്ള കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കോവർക്കേഴ്സിന്റെ കൂടെ ഒക്കെ തന്നെ അവർ ചെയ്യുന്ന പോലെയൊക്കെ നമുക്കും ചെയ്യാമല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പക്ഷെ അതിൽ ചിലപ്പോൾ ആ ഒരു ടെമ്പററി ആയിട്ട് നല്ലൊരു സന്തോഷവും ഒക്കെ കാണും. എന്നാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോടൊപ്പം നടന്നാൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നവോമിയുടെ കൂടെ പറ്റി നടക്കുകയായിരുന്നു ചെയ്തത് രൂത്ത് ഒരുപക്ഷെ അമ്മായിമ്മയിൽ നിന്ന് ദൂരെ മാറി പോയായിരുന്നെങ്കിൽ അവളുടെ വീണ്ടെടുപ്പുകാരനെ കിട്ടുകയില്ലായിരുന്നു. എന്നാൽ നവോമിയുടെ കൂടെ അവൾ പറ്റി നടന്നു. അതുപോലെ നമ്മളുടെ കർത്താവിന്റെ കൂടെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പറ്റി നടക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ പലപ്പോഴും മാറിപ്പോയിട്ടുണ്ട്. പലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാനും പല സമയങ്ങളിലും എന്തോ എന്നെ പുറകോട്ട് വലിച്ചു പിടിക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ ദൈവത്തോടടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ എന്ത് വലിയ പാപമാണ് ചെയ്യുന്നത്. ദൈവത്തിനടുത്ത് മാറി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയൊരു സിന്നാണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു സിന്നാണ്. നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് പുറകോട്ട് പോകുന്നത് ആണ് ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല എന്നെ കേൾക്കുന്നവർക്ക് എത്രമാത്രം ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ ഒരിക്കലും ഈ അറിഞ്ഞ സത്യത്തിൽ നിന്ന് പിന്മാറി പോകരുത്. ഇതാണ് നമ്മൾ അറിഞ്ഞ നമ്മുടെ സാക്ഷ്യം. ഇതാണ് യേശുവിനെ അറിയാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ ചിലപ്പോൾ പറയും, എനിക്ക് വലിയ ഫിനാൻഷ്യലി എനിക്ക് വലിയ കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച എനിക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് കർത്താവിനെ അറിയാന്നുള്ളത്. എന്റെ പാരന്റ്സ് നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരു പെന്തക്കോസ്റ്റ് കുടുംബത്തിലെ ഒരു ക്രിസ്ത്യനായി ജനിക്കുമ്പോൾ ബൈബിളിലെ കാര്യങ്ങളും അല്ലെ ബൈബിൾ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് നമ്മൾക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു. പക്ഷെ ദൈവമായിട്ടുള്ള എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാതെ നമ്മൾ പോയി കഴിഞ്ഞാല് ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തിയറിയിലൂടെ കിട്ടിയ കാര്യങ്ങളൊന്നും ഒരു എപ്പോഴത്തേക്കും കാണത്തില്ല. ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ കർത്താവിനോടൊപ്പം ഉണ്ടാവണം. ഒന്ന് ചിന്തിച്ചാൽ മതി, യേശുക്രിസ്തു നമ്മുടെ അടുത്തുണ്ടെന്ന്. ഒരു നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ഉള്ള പോലെ തന്നെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ചിലപ്പം പപ്പയും മമ്മിയൊന്നും കാണത്തില്ല. പപ്പ അമ്മ അല്ലെ സിബ്ലിങ്സ് അല്ലെ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരൊന്നും നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല. നമ്മുടെ കൂടെ ഏത് സാഹചര്യത്തിലും ഏത് ടൈമിലും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ചില സമയങ്ങളിലൊക്കെ എനിക്ക് ഉറങ്ങാൻ തന്നെ പേടിയുള്ള ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് പേടി ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്ലീപ്പ് അനാലിസിസ് ഒക്കെ വന്നിട്ട് രാത്രിയിലൊക്കെ ഉറങ്ങാൻ പറ്റാതെ വന്നിട്ടുണ്ട്. അപ്പൊ ഒക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവമേ ഇതെന്തോ എനിക്ക് ഈ പറ്റുന്നേ. അപ്പൊ
ഞാൻ അന്നേരം എനിക്കറിയത്തില്ല എന്തുകൊണ്ട്, എന്താണ് ഇതിനൊരു പ്രതിവിധി. പക്ഷെ പ്രാർത്ഥിച്ചാൽ ഇതൊക്കെ മാറുന്നുള്ളത് ഞാനിങ്ങനെ അനുഭവിച്ചറിയുകയാണ്. ഓരോ സമയത്തും ഞാനിങ്ങനെ കർത്താവിന്റെ പ്രസൻസ് ഇങ്ങനെ ഫീൽ ചെയ്ത് വരിക. എനിക്ക് എനിക്ക് സൈക്കോജനിക് സീഷർ ഉണ്ടാവാറുണ്ടായിരുന്നു. ഞാനത് പറയണ്ട എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ എനിക്ക് എന്തോ പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറഞ്ഞത് മേ ബി ഹോളി സ്പിരിറ്റ് ഇങ്ങനെ പറയിപ്പിക്കണം എന്ന്, ഹോളി സ്പിരിറ്റിന് കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്. എനിക്ക് ഫിയറും ആൻസൈറ്റി വന്നിട്ട് എനിക്ക് സീഷർ ഉണ്ടാവുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ എന്റെ മമ്മി എന്റെ അടുത്ത് വന്നിട്ട് കരയും. ഒരു 1 ഇയർ ആയില്ല അങ്ങനെ ഉണ്ടായിട്ട്. ഇപ്പം അധികം അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ എനിക്ക് കോളേജിലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിന്റെ ബേസിൽ എനിക്ക് എല്ലാത്തിനോടും ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ ടെൻഷനും പേടിയൊക്കെ വന്നിട്ട് ബോഡി ഇങ്ങനെ ജേർക്ക് ആവാനായിട്ട് വരും. ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. പക്ഷെ ആ സമയത്തൊക്കെ കർത്താവ് എന്റെ കൂടെ ഇരുന്നു. ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. ആ ഏറ്റവും നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടുന്ന ഒരു ഹോപ്പ് എന്ന് പറയുന്നത്, ആരില്ലെങ്കിലും കർത്താവ് നമ്മളുടെ കൂടെ. നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോകും. നമ്മളെ ചിലപ്പോൾ നമ്മളെ മനസ്സിലാക്കാനായിട്ട് ആർക്കും പറ്റില്ല. ചിലപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്നെ എന്താ മനസ്സിലാക്കാത്ത ആൾക്കാരെന്ന് ഞാൻ ചിന്തിക്കും. ചില സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ഞാൻ പറയുന്നത് എന്താ അവർക്ക് മനസ്സിലാവാതെ ഒരു വായിക്കുള്ളൂ. പക്ഷെ നമ്മളെ നന്നായിട്ട് അറിയുന്നത്, നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നതിന് മുന്നേ നമ്മളെ ആര് കണ്ടു? നമ്മളെ കർത്താവ് കണ്ടു. നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ, നമ്മുടെ എല്ലാ കാര്യങ്ങളും കുറച്ചു മുന്നേ തന്നെ ഞാൻ പ്രിയ മകനോട് പറയുണ്ടായി, ദൈവം ഞാനിപ്പോ ഇരുന്ന് ചിരിക്കുന്നല്ല, കുറച്ച് കഴിയുമ്പോ കരയാനായിട്ടാവണം. പെട്ടെന്ന് ഞാൻ ഓർത്തു, അല്ല, നമ്മളുടെ ഫ്യൂച്ചർ കർത്താവിന്റെ കയ്യിലാണ്. ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും, നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിട്ട് ദൈവം നമുക്ക് തരുന്നില്ല. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ദൈവം ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് നമുക്ക് തോന്നുമായിരിക്കും. പക്ഷെ ആ അത്രയും വലിയൊരു ഹാർഡ്ഷിപ്പിൽ കൂടെ പോയാലും നമ്മളെ കർത്താവ്, നമ്മൾ വീഴാനായിട്ട് ഇങ്ങനെ വരുമായിരിക്കും. പക്ഷെ എന്നാലും കർത്താവിന്റെ കാര്യം അവിടെ ഉണ്ട്. കർത്താവിന്റെ കാര്യം നമ്മൾ കാണില്ലായിരിക്കും, നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മളെ സറൗണ്ട് ചെയ്ത് എപ്പോഴും ദൈവത്തിന്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. നമ്മൾ പാപത്തിലോട്ട് പോകുമ്പോഴും നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ ദൈവം നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു പറയുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവവുമായിട്ടൊരു, നമുക്ക് അങ്ങോട്ടൊരു കണക്ഷൻ കാണുകയില്ല. ദൈവം നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മൾക്ക് ഇവിടെ ഞാൻ മൈക്ക് മ്യൂട്ടാക്കി വെച്ചതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ. അതുപോലെ ദൈവം പറയുന്നത് ഞാൻ കേൾക്കാതെ വരുന്നത്, എനിക്ക് അങ്ങോട്ടൊരു കണക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകുന്നത്. ഹോളി സ്പിരിറ്റുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ എന്താണ് നമുക്ക് ദൈവമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ നമുക്ക് നടത്താനായിട്ട് പറ്റത്തുള്ളൂ. ജോഷയുടെ കർത്താവ് പറഞ്ഞു, മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഞാൻ ഇരിക്കുന്ന. അതുപോലെ നമ്മളോട് എല്ലാവരോടും കൂടെ കർത്താവ് ഇരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് പറയുമ്പോഴേ പാടാനാണെങ്കിൽ ഞാൻ എങ്ങനെയും പാടും. പക്ഷെ രണ്ടുപേരുടെ മുന്നിൽ എനിക്ക് സംസാരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര പാടാണ് കർത്താവ്. പക്ഷെ ആ സമയത്ത് ദൈവം എനിക്ക് മനസ്സിൽ തരുന്ന ഒരു കാര്യമാണ്, മോശ പറഞ്ഞു ഞാൻ തടിച്ച നാവുള്ളവരും വിക്കരമാകുന്നു. പക്ഷെ ദൈവം ഒന്നോർത്തെ, ആ ജനങ്ങളെ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ നടത്തിയത് ആ ഒരു ലീഡർഷിപ്പ് കർത്താവ് മോശയ്ക്ക് കൊടുത്തു. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും പുറകോട്ട് മാറിപ്പോയി, അയ്യോ എനിക്കത് പറ്റത്തില്ല, അല്ലെ എന്നെ കൊണ്ട് അത് ചെയ്യാനായിട്ട് കഴിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമുക്ക് നമ്മൾ കാണാത്ത, നമ്മളെ മനസ്സിലാക്കിയതിനെക്കാട്ടി കൂടുതൽ ഒരു ദൈവത്തിന്റെ കൃപ നമ്മളോടൊപ്പം ഉണ്ട്. ദൈവം നമ്മളിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യും. പക്ഷെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു മാറിപ്പോകും. ഇല്ല കർത്താവ് എനിക്ക് പറ്റത്തില്ല, അല്ലെ എനിക്ക് ഇങ്ങനെ ഒന്ന് പോകട്ടെ, എനിക്ക് വേറെ രീതിയിലൊക്കെ പോകുന്നത്. പക്ഷെ ദൈവത്തിന്റെ പ്ലാനിലൂടെ നമ്മൾ വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ട്രാക്ക് നേരെയാവുന്നത്. നമ്മൾ പറയും ദൈവത്തിന്റെ ഹിതം പോലെ എന്ന് പറയും. പക്ഷെ പലപ്പോഴും നമ്മളുടെ ഹിതം ദൈവത്തിന്റെ ഹിതമായിട്ട് നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കർത്താവിന് എനിക്ക് ഇഷ്ടമുള്ളതാണ്, അപ്പൊ കർത്താവിനും ഇത് ഇഷ്ടമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ ഒരു കോൺവെർസേഷൻ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്താലേ മനസ്സിലാവുള്ളൂ ദൈവം എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് ഏറ്റവും എന്താ പറയാ പേടിയുള്ളൊരു
എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഒറ്റയ്ക്കായി പോകുന്ന ഒരു, അതായത് ആരും കൂടില്ലാത്തൊരു സമയമാണ്. ഒറ്റയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ പപ്പയും മമ്മി എന്നെ കൂടെ കാണത്തില്ലയോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഒറ്റയ്ക്കെല്ലാം ചെയ്യാൻ പറ്റുമോ. പക്ഷെ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നപ്പോഴും ദൈവം വളരെ എന്താ പറയാ ഭയങ്കര ശ്രേഷ്ഠമായിട്ടാണ് ദൈവം പല സാഹചര്യം കൂടെ നടത്തിയത്. ഞാൻ എന്റെ ഹോസ്റ്റലിലുള്ള എന്റെ റൂംമേറ്റ് ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുഞ്ഞിനോട് ഞാൻ പറയുമായിരുന്നു, എന്നെ ദൈവം നടത്തുന്നത് ഏലിയാവിനെ കർത്താവ് നടത്തിയ പോലെ. ഈ കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തത് നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ കാക്ക എന്ന് പറയുന്നത് ഈ ചപ്പു ചവറുകൾ ഒക്കെ എടുക്കുകയും അങ്ങനെ ഒരു വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലുള്ള ഒരു കാക്കയെ കൊണ്ട് ഏലിയാവിന് ആ ആഹാരം കൊടുത്ത കർത്താവ് ഏലിയ പ്രതീക്ഷിക്കുന്നില്ലായിരിക്കും ഈ ഒരു ജീവിയിൽ കൂടെ ആയിരിക്കും എനിക്ക് ഉള്ള അന്നം വരുന്നത്. അതുപോലെ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലായിരിക്കും കർത്താവ് നമുക്കുള്ള വഴി തുറക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ചില മറുപടികളൊക്കെ കിട്ടാത്തപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, നമ്മൾ ഒത്തിരി ക്ഷീണിച്ചു പോകും. ഇനി ഇതിന് പ്രാർത്ഥിച്ചാൽ ഇതിന് മറുപടി കാണില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും കർത്താവ് നമുക്ക് വേണ്ടുന്ന നന്മകൾ ഒരുക്കി തരുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു സമയം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ആരും ഇല്ലെങ്കിൽ എന്റെ യേശുപ്പച്ചൻ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം, ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സമാധാനമാണ്, ദൈവം എന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ പറയാനും കാര്യം കാണത്തില്ല. ഈ ലോകത്ത് നമുക്ക് നമ്മളെ കുറ്റം പറയാനും നമ്മളെ മനസ്സിലാക്കാതെ ഒക്കെ നമ്മളെ ജഡ്ജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെന്ന് പറയുമ്പോൾ ഭയങ്കര ഒത്തിരി വിഷമിച്ചു പോകും. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാര് നമ്മളുടെ കൂടെയുള്ളവരൊക്കെ നമ്മളെ വിട്ടുപോകുമ്പോഴൊക്കെ. പക്ഷെ ആ സമയത്തൊന്ന് ആലോചിച്ച് നമ്മളെ കൂടെ എപ്പോഴും യേശുപ്പച്ചൻ കൂടെ ഉണ്ടെന്ന് ഓർത്താൽ ആ ഒരു സന്തോഷം വളരെ വലുതാണ്. യേശുവിൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാണ് ഭൂമിവാസി. ഈ ഭൂമിയിൽ വസിക്കുമ്പം യേശു ഉണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, വേറെ ആരും വേണ്ട. നമ്മൾ ഒറ്റയ്ക്ക് വന്നു, നമുക്ക് കർത്താവുണ്ട്, ദൈവത്തിൽ ആ ഒരു പ്രത്യാശ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലൈഫ് ക്ലേശം വരും, ഉറപ്പാണ്. നമ്മുടെ ലൈഫ് ബുദ്ധിമുട്ടുണ്ട്. ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ദൈവമൈതലുള്ള ഒരു വ്യക്തിക്ക് ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. നമുക്ക് ഒരിക്കലും ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട. ഞാൻ മുമ്പ് പറഞ്ഞു, സ്റ്റുഡന്റ് ലൈഫാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടൈം എന്ന്. നമ്മുടെ ലൈഫിലെ എല്ലാ ഫേസും ഒരിക്കലും ഈസി അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടിനോടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇല്ല, ചില സമയത്ത് വിചാരിക്കും ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ചിലപ്പോൾ വിചാരിക്കും ദൈവമേ എന്ത് പാടാ ഇതിൽ കൂടെ കടന്നു പോകാനെന്ന്. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ ഗ്രേസ്, ആ ദൈവത്തിന്റെ കൃപ, ആ ഒരു ഒറ്റ കാര്യങ്ങളാണ് നമ്മളൊക്കെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഈ കല്ല് വെള്ളത്തിനടി കിടക്കുമ്പോൾ ഈ മിനുസമുള്ളതായി മാറും. ആ ഒഴുക്കിലൂടെ കല്ലിങ്ങനെ തട്ടിപ്പോയി ആ കൂർത്തതൊക്കെ മാറി ആ ഒരു മൃദുവായിട്ട് മാറും. അതുപോലെയാണ് നമ്മളുടെ ഈ ഒരു ലൈഫ്. നമ്മളിങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൂടെ അല്ലെ ഭയങ്കര പ്രതിസന്ധിയിലൂടെ കടക്കുമ്പോൾ നമ്മളെ ആക്ച്വലി കർത്താവ് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് ആ ഉള്ള ക്ലേശങ്ങള്, നമ്മളുടെ പ്രയാസങ്ങളൊക്കെ കർത്താവ് കാണുന്നുണ്ട്. ചിലപ്പം നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഇതൊന്നും കാണുന്നില്ലയോ എന്ന്. പക്ഷെ കർത്താവ് കാണുന്നുണ്ട്. നമ്മുടെ കൂടുതൽ വെച്ചത് നമ്മൾ മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ പേരൻസ് നമ്മളെ മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ നമ്മുടെ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന പോക്കില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ വലിയ കൃപയുണ്ട് നമ്മുടെ കൂടെ. ആ ഒറ്റൊരു കാര്യം കൊണ്ടാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരും ലൈഫിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ക്രിസ്തു ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ലൈഫ് ശൂന്യമായിരിക്കും. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫുൾനെസ് ആണ്. അല്ലാത്തപ്പോ ഒരു എംപ്റ്റി ആയിട്ടായിരിക്കും നമ്മുടെ ലൈഫ് ഇരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ കർത്താവിന്റെ സ്നേഹം യഥാർത്ഥമായിട്ട് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്
നമുക്ക് ആ ഒരു ശരി യഥാർത്ഥമായ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. നമ്മുടെ ലൈഫില് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നേരത്തെ അല്ല ഇപ്പൊ ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ യൂത്ത്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതും അല്ലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. ഈ ഞാൻ ഇങ്ങനെ പാടാനായിട്ടൊക്കെ വന്നിട്ട് ഞാൻ ഒരു 2 വർഷം അത്രേ ആയിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ പാടാൻ പോകുന്നത്. ഇങ്ങനെ പാട്ട് പാടി കവേഴ്സ് ഒക്കെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട് 2 വർഷമായിരുന്നു. ഞാൻ വലിയ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പാടും, ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ വരും. പക്ഷെ എന്നാലും ആളുകളിൽ ആ ഒരു പാട്ടൊക്കെ അവരുടെ മനസ്സിലൊരു ആശ്വാസം ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, എനിക്ക് എന്ത് യോഗ്യതയുണ്ട് എന്ന് ഞാൻ ചിന്തിക്കും. കാരണം എന്നെക്കാണ്ടി പാടാൻ കഴിവുള്ള അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സ് ചുറ്റുമുണ്ട്. ആ സമയത്തൊക്കെയും ദൈവത്തിന് വേണ്ടി എന്നെ എന്നെ വിളിച്ചത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന എന്നോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് കഴിവുള്ളവരൊക്കെ കാണും. പക്ഷെ ദൈവത്തിന് എന്താ പറയാ, ദൈവം നമ്മളെ സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ദൈവത്തിന് വേണ്ടി എടുത്ത കുറച്ച് പേരുണ്ട്. ദൈവത്തിന് വേണ്ടി അങ്ങനെ ആ ഒരു ദൈവം നമ്മളെ ചൂസ് ചെയ്തതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഈ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിനൊരു പേർപ്പസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിൽ ഇരിക്കാൻ തന്നെ. അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മുടെ ലൈഫിൽ ഏതൊരു കാര്യം വരുമ്പോഴും കർത്താവ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് ഒരു പേർപ്പസ് ഉണ്ട് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നടക്കുന്നതിന്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു കാര്യം നമ്മൾ ഫേസ് ചെയ്യുന്നത്. പക്ഷെ ദൈവത്തിനറിയാം ഈ ഒരു നമ്മുടെ ഒരു ഫേസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് വരിക. നമ്മൾ ചിലപ്പോൾ വിഷമിച്ച് നമ്മൾ കരഞ്ഞേക്കാം, നമ്മള് ഒരുപാട് എന്താ പറയാ ദുഃഖിച്ചേക്കാം, നമ്മളെ ചിലപ്പോൾ ആൾക്കാർ ഓരോന്ന് പറഞ്ഞേക്കും. പക്ഷെ അപ്പോഴൊക്കെ ചിന്തിക്കേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നമ്മുടെ 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 ലൈഫ് തന്നെ നമ്മുടെ സ്റ്റോറി കർത്താവ് എഴുതി വെച്ചേക്കുന്നതാണ്. നമ്മളൊരു കർത്താവിനെ അറിയണം നമ്മുടെ ഫ്യൂച്ചർ എന്താണെന്നും നമ്മൾ അടുത്ത നിമിഷം നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ലായിരിക്കും. അടുത്ത നിമിഷം എന്തൊക്കെ സംഭവിക്കാമെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല, നമുക്കൊന്നും പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന് അറിയാം, ദൈവത്തിന്റെ കയ്യിലാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും അതിലൊന്നും പതറരുത്. ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ് വിശ്വാസം എന്നുള്ളത് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പഴയ കാലത്തിൽ അതായത് ബൈബിളില് രേഖപ്പെടുത്തിയ പോലൊക്കെ ഉള്ള അത്ഭുതങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ നടക്കും. കർത്താവിന് എന്താ ചെയ്തൂടെ? ദൈവം അന്നും ഇന്നും എല്ലാം ഒരേപോലാണ്. നമ്മള് വിശ്വസിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു ഫാക്ടറാണ്. നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ചിലർ നടക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നമുക്കൊരു വിശ്വാസം വേണം. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം, ദൈവം ചെയ്തോളും, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കണം. നമ്മൾ വാശി പിടിക്കരുത്. കർത്താവ് എനിക്ക് ഈ ഒരു റൂട്ടിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിന്റെ ആ ഒരു പ്ലാൻ അവിടെ നടക്കത്തില്ല.
നമ്മളുടെ കാര്യത്തിൽ ചിലപ്പോൾ നടന്നേക്കാം, പക്ഷെ അതൊരിക്കലും ആ ഒരു ദൈവത്തിന്റെ ഹിതം അവിടെ നിറവേറില്ല. നമ്മൾ വിചാരിക്കും ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന കാര്യം കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അത് നടത്തി തരും എന്ന് വിചാരിക്കും. ചിലപ്പോൾ അത് നടന്നേക്കാം, പക്ഷെ അതൊരിക്കലും ദൈവത്തിന്റെ ഹിതമല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഹിതം മാത്രമേ നടക്കാവൂ എന്ന് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. നമ്മുടെ ഹിതമല്ല, കർത്താവിന്റെ ഹിതമാണ് നടക്കേണ്ടത്. നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു എന്താ പറയാ നിത്യത എന്നുള്ള ഒറ്റ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈഫിൽ വരുന്ന നമ്മുടെ ഈ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു പാത്താണ്, നിത്യതയിലേക്കുള്ള ഒരു യാത്ര. ചിലവര് അതിലേക്ക് എത്തുകയില്ലായിരിക്കും, എന്നാൽ നമുക്കൊരു വിശ്വാസം വരണം. നമ്മളുടെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നിത്യതയായിരിക്കും. നമ്മുടെ കർത്താവുമായിട്ടുള്ള കൂടെയുള്ള വാസം, ഈ മരണം കഴിഞ്ഞുള്ള ഒരു സമയം, നമ്മൾ ഈ മരണം നമ്മുടെ ഒരു ജീവിതത്തിന്റെ അന്ത്യം വരെയുള്ള ഒരു ടൈമിൽ നമ്മൾ ഭയങ്കര കണക്കൂടില്ല. നമുക്ക് അത് വേണം, നമുക്ക് വലിയ വീട് വെക്കണം, കാറ് വേണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ഭയങ്കര നമ്മൾ പ്ലാൻഡ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും മറന്നു പോകും കർത്താവ് ഈ നമ്മുടെ ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കും, കർത്താവിനോടൊപ്പമുള്ള വാസമാണോ എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത്. നമ്മൾ അത് ചിന്തിക്കുന്നില്ല. നമ്മൾ ഈ ലൈഫിൽ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഭയങ്കര ബിസിയായിട്ടിരിക്കുക, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നടത്തുക, നമുക്ക് കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ ലൈഫിൽ ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ നോക്കുന്നത്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ മറക്കുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ടി ജീവൻ തന്ന ഒരു കർത്താവുണ്ട്. ആ ഒരു സ്വർഗീയമായ എല്ലാ സന്തോഷങ്ങളും വെടിഞ്ഞ് ഭൂമിയിൽ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരു കർത്താവുണ്ട്. നമ്മൾ പലപ്പോഴും ആ ഒരു റൂട്ട് മാറി പോകുമ്പോൾ നമ്മൾ മറക്കുന്നത് നമ്മളുടെ പിതാവിനെയാണ്. ഈ ലോകത്തിലെ അപ്പനെ കാട്ടി അതിലും വലിയൊരു അപ്പനാണ് നമുക്ക് സ്വർഗത്തിലുള്ളത്. നമ്മൾക്ക് നമ്മുടെ പപ്പയുടെ അടുത്ത് നമ്മൾ പോയി പപ്പ നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോ നമ്മള് എല്ലാ മക്കളും അവരുടെ പപ്പയുടെ അടുത്താ പോയി പറയുന്നു, അപ്പ എനിക്ക് അങ്ങനെ ചെയ്തു തരണം, അല്ലെങ്കിൽ പപ്പ എനിക്ക് ഇന്ന ആവശ്യമുണ്ടെന്ന് പറയുന്നു. നമ്മുടെ അപ്പന്മാരെ എത്ര ബുദ്ധിമുട്ടിലാണെങ്കിലും അത് നമുക്ക് സാധിച്ചു തരും. അതുപോലെയാണ് നമ്മുടെ കർത്താവിനോട് നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പ്രതിസന്ധികളൊക്കെ കടന്നു പോകുമ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ കാണുന്നത്, നമ്മുടെ കണ്ണുനീര് കാണുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ചിലപ്പോ നമ്മള് ഇരുട്ട് മുറിയിലൊക്കെ നമ്മൾ കയറി ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും. അപ്പൊ ഒക്കെ നമ്മുടെ ആരും നമ്മുടെ കൂടെ കാണിച്ചില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. പക്ഷെ ആ ഒരു സൈലൻസിലും ആ ഒരു ഒറ്റപ്പെടേണ്ട അവസ്ഥയിൽ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ ആ കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ആ ഒരു എന്താ നമ്മുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു കോൺവെർസേഷൻ എപ്പോഴും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ എവിടെ ആയിരുന്നാലും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം വിട്ടുപോയി കഴിഞ്ഞാല് അവിടെ എന്താ പറയാ ഒരു വല്ലാത്തൊരു ശൂന്യതയായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഏത് സമയത്താണെങ്കിലും നമ്മളുടെ അടുത്ത് പെട്ടെന്ന് ഓടി വരാൻ, നമ്മളൊരു അർത്ഥത്തിലായിരിക്കുമ്പോൾ നമുക്ക് കോൾ ചെയ്ത് ആരെങ്കിലും എടുത്തതിനെക്കാട്ടി മുന്നേ അവിടെ ഇറങ്ങി വരുന്ന വേറൊരു വലിയൊരു കരമുണ്ട്, അതാണ് കർത്താവിന്റെ കാര്യം. അപ്പൊ നമ്മൾ ഏതൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും എപ്പോഴും മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കർത്താവ് നമ്മളെ കൈവിടത്തില്ല. ലൈഫിൽ വരുന്ന സ്ട്രഗിളും ലൈഫിൽ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ മനുഷ്യനിലും എല്ലാവരും അത് അനുഭവിക്കുന്നതാണ്. നമുക്ക് അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും ഉണ്ടാകും. അത് എനിക്കും അങ്ങനെ ഒരുപാട് തവണ പല ബുദ്ധിമുട്ടുകളെ വരുമ്പോ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ മമ്മിയോട് പോയി കാര്യം ചെയ്തിട്ടുണ്ട്, മമ്മി എന്തിനാ ഇങ്ങനെയൊക്കെയാ വരുന്നതെന്ന്. അപ്പൊ മമ്മി പറയും, ഈ ഒരു സമയം ഇതിന് മുന്നേ ഒരു സമയം ഉണ്ടായിരുന്നു, ചില വിഷമങ്ങളുടെ കടന്ന് നമുക്ക് സന്തോഷത്തിന്റെ ഒരു സമയം വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ കർത്താവാണ് അങ്ങനെ ഒരു സമയം ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു ഫേസും അത് കർത്താവ് തന്നെ നമ്മളെ ആ ഒരു കര പിടിച്ചാൽ അതിൽ നിന്ന് മറികടത്തും. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. അതിപ്പം ഏത് കാര്യത്തിലാണ് കർത്താവിനെ അത്രയും എത്രമാത്രം ദൈവത്തിൽ ആ ഒരു വിശ്വാസം നമുക്ക് കൊടുക്കാവോ അത്രയും വിശ്വാസം, അത്രയും നമ്മൾ വിശ്വസിക്കണം. ഞാൻ ഏറ്റവും ഈ
ഈ അടുത്തിടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യമാണ് വിശ്വസിക്കണം എന്നുള്ളത്. ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്നുള്ള ഒരു സ്റ്റേജിലാണ്. അപ്പം നമ്മുടെ ലൈഫില് യേശുപ്പച്ചനെ അത്രയും നമ്മള് വിശ്വസിക്കുക, ദൈവത്തെ ദൈവത്തിന്റെ കൂടെ നടക്കുക, ദൈവത്തോട് ചേർന്ന് നടക്കുക. നമ്മുടെ കൂടെ ആരും കാണത്തില്ല, ദൈവം മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ലൈഫിലെ ഏത് സിറ്റുവേഷൻ വന്നാലും കർത്താവിന്റെ ഒരു കരം മാത്രമേ അവിടെ കാണത്തുള്ളൂ. നമുക്ക് ഒത്തിരിയും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിലൊന്നും നമ്മൾ പതറരുത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പേരൻസ് ഇല്ലാത്ത സമയത്ത്, നമുക്ക് വേണ്ടപ്പെട്ടവരില്ലാത്ത സമയത്തും ഒക്കെയും ദൈവത്തിന്റെ വലിയ കാര്യം നമ്മുടെ കണ്ണിൽ കാണുന്നില്ലെങ്കിലും കർത്താവിന്റെ വലിയൊരു പ്രസൻസ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം എല്ലാ സ്ട്രഗിളിലും ഏത് സമയത്തും വിളിക്കാൻ മറ്റൊരു പേരാണ് അപ്പ എന്നുള്ളത്. അപ്പോ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഒക്കെ അത് ഒരിക്കലും നമ്മളെ വിഷമത്തിലൂടെ കടത്തിവിടാനായിട്ടല്ല. നമ്മുടെ സ്ട്രഗിൾസ് ഒക്കെ വരുന്നത് ഒരിക്കലും സങ്കടത്തിലല്ല. കാരണം ഞാൻ അത് മനസ്സിലാക്കുകയാണ്, ഓരോ സമയത്തും എനിക്ക് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളും ഞാൻ പഠിച്ച കാര്യങ്ങൾ, എന്റെ ലൈഫിൽ ഞാൻ ബുദ്ധിമുട്ടുകളോടെ കടന്നുപോയതൊക്കെയും അതൊരിക്കലും എന്നെ തകർത്ത് കളയാനല്ല എന്ന് ഞാൻ ഓരോ സമയത്ത് ഞാൻ മനസ്സിലാക്കണം. ഇപ്പോഴും ആ ഒരു ബോധ്യം മാത്രമാണ് എന്റെ മനസ്സിലുള്ളത്. ഇനി അടുത്ത സമയത്ത് എനിക്ക് ചിലപ്പോൾ കഷ്ടമായിരിക്കാൻ വരുന്നത്, അടുത്ത സമയം ഞാൻ കരയുമായിരിക്കും, ചിലപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരുമായിരിക്കും. പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിക്കേണ്ടത് കർത്താവ് എന്റെ കൂടെ ഉണ്ട്. എനിക്ക് ഒരു സാക്ഷ്യം കൂടെ പറയാനുള്ളത് പറഞ്ഞു. ഞാൻ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സർജിക്കൽ പോസ്റ്റിംഗ് നടക്കുകയാണ്. അപ്പം ഞാൻ ഡ്യൂട്ടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എനിക്ക് എന്തോ ഒരു ശരീരത്തിൽ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ അപ്പം പെട്ടെന്ന് റെസ്റ്റ് റൂമിലോട്ട് കയറി. എനിക്കെന്തോ നെഞ്ചിനകത്തൊരു വേദന പോലെ ഒരു ഫീൽ ചെയ്തു. ഞാനപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തപ്പോ എനിക്കെന്തോ ഒരു ലംബ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്കങ്ങ് ദേഹം തളർന്നു പോയി. ഞാൻ പെട്ടെന്ന് ഓർത്തത്, എന്റെ കർത്താവ്, എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്റെ അപ്പയപ്പ എന്നെ എങ്ങനെ എനിക്കൊരു ട്രീറ്റ്മെന്റ് തരും. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു. എന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും ഞാൻ ഇത്ര വർഷം കഴിഞ്ഞ് ഞാൻ നോക്കിയിട്ടുണ്ടായ ഒരു ഞാൻ ചോദ്യം വരുമല്ലോ കർത്താവെ, ലോകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരും. ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടല്ലേ, ദൈവത്തെ ഇത് ചോദിച്ചു കാണിച്ചിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ചോദ്യം വരുമല്ലോ എന്ന് ആ മനസ്സിൽ കൂടെ അത്രയും തോട്ട്സ് മനസ്സിൽ കൂടെ ഇങ്ങനെ കടന്നു പോവാ. ഞാൻ ഭയങ്കര വിഷമിച്ചു. ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ, ഞാൻ ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ഇതുപോലെ പറഞ്ഞു, അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എനിക്ക് കുഴപ്പമൊന്നും കാണത്തില്ല. ഞാൻ അത്രയും കുറച്ച് സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് കൈക്ക് വേദനയൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പം പിറ്റേ ദിവസം ഞാൻ എന്റെ മാമിന്റെ അടുത്ത് പറഞ്ഞു, മാം ഇതുപോലെ എനിക്ക് ഉണ്ടായി. അപ്പം മാം പറഞ്ഞു ഇവിടെ ഡോക്ടറെ കാണിക്കാം. അപ്പൊ എന്നോട് ഇങ്ങനെ കുറച്ച് സിംറ്റംസിന്റെ കാര്യമൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, എനിക്ക് കൈക്ക് വേദന, ലെക്കിനൊക്കെ വേദനയുണ്ട്. അപ്പൊ മാം പറഞ്ഞു, ഇവിടെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും വന്നാ അത് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മളത് നേരിട്ടല്ലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാനിപ്പോ മാമിനെ ഇങ്ങനെ നോക്കി, എന്റെ മനസ്സിനകത്ത് അത്രയും ഭാരം കൊണ്ട് ഞാൻ തിരിച്ച് ഹോസ്റ്റലിൽ ചെന്നപ്പോ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഞാൻ എന്റെ ബെഡിൽ വന്ന് ആ പുതപ്പിനടി ഞാനിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എനിക്ക് പറയാനായിട്ട് വേറെ ആരുമില്ല. എനിക്ക് ഡോക്ടറെ അടുത്ത് പോയി പറയാനും അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് അടുത്ത് പോയാലും ഒന്നും എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് വേണ്ടത് സൗഖ്യം മാത്രമാണ്. എനിക്ക് ദൈവം സൗഖ്യം തന്നേ പറ്റത്തുള്ളൂ. ഞാൻ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ കരം എവിടാണെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് എന്റെ കരം അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ സൗഖ്യം കിട്ടാതെ ഞാൻ ഇവിടുന്ന് എണ്ണീക്കത്തില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. എനിക്ക് പൂർണ്ണമായിട്ടാണ് ആ ഒരു ഞാൻ എന്താണോ ഫീൽ ചെയ്ത് അത് അവിടെ നിന്ന് മാറണം. ഞാൻ കൈ വെച്ച് കുറെ നേരം പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ എന്റെ ശരീരത്തൊരു എന്തൊരു തണുത്ത ഒരു ഫീൽ, എന്തോ ഒരു സംഭവം ഇങ്ങനെ ദേഹത്തോട് ഇറങ്ങി വരുന്ന ഒരു തോന്നലുണ്ടായി. ഞാൻ ആ കൈ വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ലംബ് അവിടുന്ന് പോകുന്നത് എനിക്കത് ഫീൽ ചെയ്തു. ഞാനപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു. ഈ രക്തസ്രാവക്കാരി തൊട്ട് ആ ഒരു അസുഖം നിന്നപ്പോ
അതൊക്കെ ബൈബിളിലെ കഥയാണെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഞാൻ മനസ്സിലാക്കി എന്റെ കർത്താവിനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും വേണ്ടത് വിശ്വാസമാണ്. വിശ്വസിച്ചാലും കർത്താവ് അത് ചെയ്തു തരാതിരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദൈവം അത് ചെയ്തു തന്നിരിക്കും. എനിക്ക് ഒത്തിരി അതിശയിപ്പിച്ച എന്റെ ലൈഫിലെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത്, എന്റെ ലൈഫിലുള്ള ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഞാൻ ശരിക്കും അത് ഫീൽ ചെയ്തു. ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ആ സമയത്ത് ഉണ്ടായത്. ഞാൻ എന്റെ മമ്മിയോട് പപ്പയോടൊക്കെ പോയി പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഉണ്ടായി, ദൈവം എന്നെ സൗഖ്യമാക്കി. അപ്പൊ ചിലപ്പോ എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും രോഗത്തിലോ ബുദ്ധിമുട്ടിലോ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിനെ കൊണ്ട് കഴിയാത്തതായിട്ട് യാതൊരു കാര്യമില്ല. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ പറയേണ്ടത്. നമ്മുടെ ദൈവം പഴയ നിയമത്തിൽ ചെയ്തതല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈമിലേക്ക് മാത്രമല്ല. ദൈവം ഇന്നും ഈ ഒരു സമയത്തും ദൈവത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് യാതൊരു കാര്യമില്ല. ആദ്യം ശരീരത്തിന് ക്ഷീണോ എന്തെങ്കിലും രോഗാവസ്ഥയിലൂടെ കടന്നു പോവാണെങ്കിൽ ഇന്ന് രാത്രി കാലം കർത്താവിന് വലിയൊരു കരം നിങ്ങളുടെ ശരീരമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുന്നേ. ആ വിശ്വാസത്തോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവോ ഈ സമയത്ത് തന്നെ. നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസമുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഏതൊരു വേദനയോ ബുദ്ധിമുട്ടോ പ്രയാസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കരം വെച്ച് നിങ്ങളുടെ കരം നിൽക്കുമ്പോൾ തന്നെ കർത്താവിന്റെ ഒരു കരം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കാവോ? പരിശുദ്ധനായ നിശ്ചയം നാഥ, അപ്പൊ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യും കർത്താവേ. എന്റെ കൂടെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അപ്പൊ അങ്ങനെ സന്നിധിക്കും കാര്യങ്ങളും കർത്താവ് കൃപ ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും കർത്താവ് ഏതെങ്കിലും രോഗാവസ്ഥകളെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അപ്പൊ അവരുടെ വലിയ കാര്യം ആമേൻ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു ഹീലിംഗ് കർത്താവെ അവരുടെ ലൈഫിൽ കൊടുക്കണമെങ്കിൽ രോഗം മാത്രമല്ല ഏത് മോശമായ അവസ്ഥയിലൂടെയാണെന്ന് കടന്നു പോകുമെങ്കിലും യേശുവിന്റെ വലിയ ഉദ്ഘാരം അവിടെ ഇറങ്ങി വരണമേ. ആമേൻ. യേശുവിന്റെ വലിയ ഉദ്ഘാരം ഇറങ്ങി അപ്പശനെ കൊണ്ട് പറ്റാത്തതായിട്ട് യാതൊരു കാര്യവുമില്ല. ആമേൻ. ദൈവത്തെ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു കാര്യവും ഈ ലോകത്തിന്റെ ആകെ ദൈവത്തിന്റെ കാര്യം വരണമേ. ദൈവത്തിന്റെ ആമേനാമേ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ആ ഒരു സൗഖ്യം ആ ഒരു സാന്നിധ്യം ഞങ്ങൾ ഫീൽ ചെയ്യുവാൻ കർത്താവിന്റെ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം സൗഖ്യമാക്കിയതിനായി സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് ഈ രാത്രികാലം നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് എന്റെ ലൈഫിൽ ഒരുക്കിയ വലിയൊരു സാവകാശത്തിനായി സ്തോത്രം ചെയ്യും. വീണ്ടും എനിക്കിങ്ങനെ ഒരു സാവകാശം തന്ന ഡോണയ്ക്കും പാസ്റ്ററിനെയും കുടുംബത്തിനെല്ലാം എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ലൈഫില് എന്തെങ്കിലുമൊക്കെ മാറ്റം എന്റെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എവിടെ പോയി പ്രസംഗിക്കുകയോ അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി ഒരു ക്രൗഡിനെ ഫേസ് ചെയ്ത് നിന്നിട്ടൊന്നുമില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകളൊക്കെ എന്റെ വായിൽ തന്നെ ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ വന്നേക്കാം. പക്ഷെ ഹോളി സ്പിരിറ്റിന് ഒരിക്കലും മിസ്റ്റേക്ക് വരത്തില്ല. പരിശുദ്ധാത്മാവിന് ഒരിക്കലും മിസ്റ്റേക്ക് വരത്തില്ല. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം തന്നെ പറഞ്ഞേക്കാം. പക്ഷെ ആ ഒരു സംഭവം ആരുടെയൊക്കെ ലൈഫിലോട്ട് എത്തിക്കാൻ വേണ്ടിയും ആ പരിശുദ്ധാത്മാവ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഹോപ്പ് ഒരിക്കലും നഷ്ടപ്പെടരുത്, നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത്. എന്ത് സ്ട്രഗിലൂടെ പോയാലും ദൈവം കൂടെയുണ്ട്. ആര് കൂടിയില്ലെങ്കിൽ കർത്താവ് നമ്മളെ കൂടെ. എല്ലാവരും ദൈവം ധാരാളമായിട്ടിരിക്കട്ടെ. Praise the Lord. Thank you so much കൃപ ചേച്ചി ഫോർ ജോയിനിങ്. നല്ല വർഷിപ്പ് സെഷനും ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നാക്കി. ഞങ്ങൾ ഈ 2-3 ആഴ്ചയായിട്ട് ഞങ്ങളുടെ ചർച്ചയിൽ കേട്ടുകൊണ്ടിരുന്നതും മോശനെ പറ്റി. ഈ ലാസ്റ്റ് വീക്ക് നമ്മൾ മോശനെ പറ്റിയാണ് കേട്ടതും. പിന്നെ ഡാനിയലിനെ പറ്റി, ഹോഷനെ പറ്റി, നവോമിനെ പറ്റി എല്ലാം പറഞ്ഞത് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞ സെർമൺസിൻ്റെ അകത്തുള്ള ഓരോ കാര്യങ്ങളുമായിരുന്നു. അത് മാത്രമല്ല
ലോൺലിനെസ്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ വർഷിപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ പറഞ്ഞ കാര്യമായിരുന്നു ലോൺലിനെസ്സിനെ കുറിച്ച്. സോ ചില കാര്യങ്ങൾ ഇനി ഞാൻ ഇച്ചിരി കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. ഇറ്റ് വിൽ കാസ്റ്റ് എവ്രി ഫിയർ ഔട്ട് ഓഫ് യു. നമ്മൾ പലപ്പോഴും പേടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ഒരാൾ വിട്ടു പോകുന്നത്, ഓർ ലോൺലിനെസ്, നമ്മൾ ഒറ്റപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതും പേടിക്കാറുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കർത്താവിൻ്റെ അടുത്ത് പിന്നെയും ചെല്ലും പാപം കഴിഞ്ഞിട്ട്. ഹൗ ടു as Adam and Eve, they sinned and അവർ പോയി മറിഞ്ഞു നിന്നു എന്നാണ്. They hid behind because അവർക്കറിയാം they sinned and they couldn't face God. So just like that, ചില സമയത്ത് നമുക്ക് അകത്തൊരു ഭയം കാണും, കർത്താവിന് ഞാൻ എങ്ങനെ തിരിച്ച് ഫേസ് ചെയ്യും. ബട്ട് ഐ എം ടെല്ലിങ് യു, തികഞ്ഞ സ്നേഹം, ഇഫ് യു ആർ ലവിങ് ഗോഡ്, കർത്താവ് എവറി ഫിയർ വിൽ ബി കാസ്റ്റ് ഔട്ട് ഓഫ് യു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ 2 പോയിന്റ്സ് പറഞ്ഞായിരുന്നു, കർത്താവിൻ്റെ ഹിതത്തിനെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും. ഈ ലാസ്റ്റ് സാറ്റർഡേ ഇറ്റ്സെൽഫ് ഞങ്ങളുടെ ചേർച്ചിൻ്റെ യൂത്ത് മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പം ഷെയർ ചെയ്യാം. Matthew 8 verse 2. A man with leprosy came and knelt before him and said, Lord, if you are willing, കർത്താവിന് ഹിതമാണെങ്കിൽ, you can make me clean. Jesus reached out his hand and touched the man. I am willing, he said, be clean. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് പറഞ്ഞൊരു കാര്യമാണ്, 2 ടൈപ്പ് ഓഫ് വിൽസ് ഉണ്ട്, പെർമിസീവ് വിൽ ആൻഡ് പെർഫെക്റ്റ് വിൽ. പെർമിസീവ് വിൽ ഇസ് വേർ നമ്മളുടെ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ വേണ്ടല്ല, I want this, നമ്മളുടെ ഒരു ആഗ്രഹം പറയുന്ന പോലെ. പെർമിസീവ് വിൽ ഇസ് ദാറ്റ്, ബട്ട് പെർഫെക്റ്റ് വിൽ ഇസ് വാട്ട് ഗോഡ് ഹസ് കെപ്റ്റ് ഫോർ യു. അത് കർത്താവ് ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ വില്ലാണത്. ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് വിൽ. നമ്മുടെ പെർമിസീവ് വില്ലിനെ കാട്ടി അധികമായിട്ട് നല്ലത് ഇറ്റ് ഈസ് ദ പെർഫെക്റ്റ് വിൽ. ആൻഡ് സെക്കൻഡ് തിങ് അബൌട്ട് ഫെയ്ത്ത്, verse 10. When Jesus heard this, he was amazed and said to those following him, Truly I tell you, I have not found anyone in Israel with such great faith. നമുക്ക് ഈ സ്റ്റോറി അറിയാം, the faith of the centurion. എനിക്ക് മലയാളത്തിൽ പറയാൻ അറിയത്തില്ല അത്. So you can read this portion. It's Matthew chapter 8 verse 5 onwards. അതിനകത്ത് നമുക്ക് കാണാം ആ സെഞ്ചുറിന്റെ ഫെയ്ത്ത് ദാറ്റ് മൂവ്ഡ് ജീസസ്. ഹല്ലേലൂയ. സോ ഇറ്റ് മൂവ് ജീസസ് ഹാർട്ട്. കർത്താവിന്റെ ഹൃദയത്തിന് അത് ടച്ച് ചെയ്തു. ദ ഗ്രേറ്റ് ഫെയ്ത്ത് ഓഫ് ദാറ്റ് സെഞ്ചുറിയൻ. അത് നമ്മളുടെ ജീവിതത്തിലും കുറെ കാര്യങ്ങൾ നമ്മൾ ചുമ്മാ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കായിരിക്കും, കർത്താവ് ഈ കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കണം, അത് മാത്രം നമ്മൾ പറയുക മാത്രമേ ചെയ്യുക. ബട്ട് നമ്മൾ ട്രൂലി ആ വിശ്വാസത്തോടാണോ പറയുന്നത്? ലെറ്റ് us examine ourselves today. Hallelujah. എന്നാക്കി പറയുന്നത് the faith which is as small as mustard seed, it can move mountains. Hallelujah. നമ്മൾ കർത്താവിനോട് വിശ്വാസത്താൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ പർവ്വതങ്ങൾ സമഭൂമിയായി തീരും എന്ന് പറയുന്ന വചനം. Hallelujah. So let us pray and conclude this session today. It was a really a blessing. I believe it was a blessing for everyone here who has joined too. Raneshan will pray and conclude. Praise God, our Heavenly Father, Lord, we thank you for this wonderful message of our wonderful worship of our Lord. Lord, as we said in the earlier of our Lord, Father, if we have fallen somewhere of our Lord, if we have fallen away from you, if you are drawn back from you, Father Lord, help us, of our Lord, to come back to you, Father Lord, with full confidence, of our Lord, just like, oh Father, we were before, Father Lord. If you have fallen short of your grace, fallen short of your glory, Father Lord, you reinstate us, of our Lord. As we come, Lord, help us to come closer ever before, Father, more before than ever, Father. We submit and surrender everything into hands, Lord. Our great blessed Krupa Chichi, Father. Oh Lord, thank for the wonderful message and testimony which you share, Father. Lord, let it be a blessing to many, Father, and whatever we heard, Father, let it remain in our hearts and let it produce the fruit, Father, which you desire, Father, today, Father. Lord, help us, Father, to live more passionately for you, Father, as we depart from here, Father. Lord, let your presence be with us, Lord. In the name of Jesus Christ we pray. Amen, amen, amen. Thank you all for joining. God bless you all. Next week Tuesday the same time ഇതേ ലിങ്കിൽ തന്നെ പുതിയൊരു അനുഭവമായിട്ടും പുതിയ ടെസ്റ്റിമണീസുമായിട്ടും വരുന്നതായിരിക്കും. Thank you all for joining. God bless you all.